بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് ഹഫ്സ ബീവിയുടെ നിക്കാഹ് കഴിഞ്ഞ് അധികം വൈകാതെ കടന്നു വന്ന മഹദിയാണ് സൈനബ് ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകനായ ഹാരിസ്, അദ്ദേഹത്തിന്റെ മകൻ തുഫൈലാണ് സൈനബ് ബീവി ആദ്യമായിട്ട് കല്യാണം കഴിച്ചത്. ശേഷം തുഫൈലിന്റെ സഹോദരനായ ബദരീങ്ങളിൽപ്പെട്ട മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു സൈനബ് ബീവിയെ കല്യാണം കഴിക്കുകയും ബദർ യുദ്ധത്തിൽ ശക്തമായി പോരാടുകയും അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്തു. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാൻ, അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ് ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നു. 30 വയസ്സ് മാത്രം പ്രായമുള്ള സൈനബ് ബീവി വിധവയായി കഴിയേണ്ട ആളല്ല. രണ്ട് മഹാന്മാരിൽ ഒന്ന് ബദരീങ്ങളിൽപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പദവിയിൽ, ശേഷം റസൂലുള്ളാന്റെ ഭാര്യ പദവിയിൽ ജീവിച്ചു. സത്യത്തിൽ ഓരോ സ്ത്രീകളും റസൂലുള്ളാന്റെ ഭാര്യ പദവി ആഗ്രഹിക്കുന്നത് തന്നെ ഒന്ന് റസൂലുള്ളാന്റെ കൂടെയുള്ള ജീവിതം, മറ്റൊന്ന് റസൂലുള്ളാക്കുള്ള സേവനം, മറ്റൊന്ന് ലോകത്തിലുള്ള സകല മുഅ്മിനാത്തുകളുടെയും ഉമ്മ എന്ന പദവി. ഇതൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത്. ആ പദവി ലഭിച്ച മഹദിയാണ് സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈനബ് ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് സൈനബ് ബീവിയുടെ ബാപ്പയുടെ സഹോദരനായ ഖുബൈസത്ത് ബിൻ അമ്രുൽ ഹിലാലിയാണ് സൈനബ് ബീവിയെ മുത്തുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. റസൂലുള്ളാന്റെ ഭാര്യമാരിൽ ഏറ്റവും കുറഞ്ഞ കാലഘട്ടം മുത്തുനബിയോടൊപ്പം ജീവിച്ച മഹദിയാണ് സൈനബ് ബീവി. ജന്നത്തുൽ ബഖീയിൽ ആദ്യമായിട്ട് മറവ് ചെയ്യപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഖദീജ ബീവിയുടെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യമായിട്ട് വഫാത്താവുകയും റസൂലുള്ളാന്റെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായ ഖദീജ ബീവിക്ക് ശേഷം റസൂലുള്ളാന്റെ ഹയാത്ത് കാലത്ത് വഫാത്തായിട്ടുള്ള ഏക ഭാര്യയാണ് മഹദിയായ സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. ഹിജറ 3-ാം വർഷം റമളാൻ മാസത്തിൽ അവിടുത്തെ നിക്കാഹ് നടക്കുകയും 8-ാം മാസം റബീഉൽ ആഖിറിൽ അവർ വഫാത്താവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായത്തിലൂടെ പറയുന്നുണ്ടെങ്കിലും 3 മാസം റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചു, അതല്ല 8 മാസം ജീവിച്ചു അങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും കുറഞ്ഞ കാലം മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. മഹദിയുടെ ഏറ്റവും വലിയ വിനയത്തിന്റെയും ഉദാരതയുടെയും സ്വഭാവം, നൂറ്റുണ്ടാക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കുകയും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ആ കാരണം കൊണ്ട് ഉമ്മുൽ മസാക്കീൻ എന്ന അപരനാമം സ്ഥാനപ്പേര് കിട്ടിയ മഹദിയാണ് സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. 30 വയസ്സായ സമയത്താണ് മഹദി അവர்கள் ലോകത്തോട് വിട പറയുന്നത്. സത്യത്തിൽ വിശുദ്ധാത്മാക്കളായ ബദരീങ്ങളും അതോടൊപ്പം ലോകത്തിന്റെ നേതാവായ മുത്തുനബിയും ഭർത്താക്കന്മാരായി ജീവിതത്തിൽ വരികയും അവരുടെ ഭാര്യ പദവിയിൽ കുറഞ്ഞ കാലം ജീവിക്കുകയും ചെയ്തു. ആ നിലക്ക് വഫാത്തായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മഹത്വം ലഭിച്ച ഭാര്യ പദവി മഹദിയായ സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അവർ വഫാത്തായപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയും അനുബന്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം ജന്നത്തുൽ ബഖീയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ബീവിയെ മറവ് ചെയ്യുകയും ചെയ്തു. വേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹ് നേരിട്ട് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ചുരുങ്ങിയ കാലം റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചതുകൊണ്ട് ചരിത്രാന്വേഷികളായ നമ്മുടെ പഠനത്തിൽ സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹയെ അടയാളപ്പെടുത്താൻ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. മുത്തു റസൂലുള്ളാന്റെ ഭാര്യ, ലോകത്തിലെ സകല വിശ്വാസികളുടെയും ഉമ്മ എന്നതുകൊണ്ട് മഹത്വമുള്ള പ്രിയപ്പെട്ട സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തആല കാമിലായ ഈമാനും തഖ്വയും ഹിദായത്തും അവരോടുള്ള മഹബത്തും അതിലൂടെ മുത്തു റസൂലുള്ളാഹിനോടുള്ള മഹബത്തും ആ നിലക്ക് റബ്ബിലേക്കുള്ള തഖ്വയും തന്ന് അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളാക്കി നമ്മളെ പരിഗണിച്ച് റബ്ബിന് നമ്മളെ കൊണ്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സമയത്ത് അല്ലാഹു തആല ഈമാനോടെ നമ്മെ സലാമത്താക്കട്ടെ.